നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ഒരുപാട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന വർഷം തന്നെയാണ്. നിങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും. അതിൻ്റേതായ നേട്ടങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന വിഷയത്തിൽ വിജയവും അംഗീകാരവും നേട്ടവും സാമ്പത്തികപരമായ പുരോഗതിയും എല്ലാം വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും വലിയൊരു നേട്ടം കാണുന്നത്. വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടാകുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന അഡ്മിഷൻ ലഭിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് പോകുവാൻ സാധിക്കുന്നു, ധനപരമായിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായ നേട്ടങ്ങളുണ്ടാകുന്നു. പലതരം തടസ്സങ്ങൾ വന്ന് നിങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കാതെ മാറിയിരുന്ന വ്യക്തികൾക്കെല്ലാം, എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൻ്റേതായ അവസരങ്ങൾ ലഭിക്കുന്നു. ടെസ്റ്റുകളും പരീക്ഷകളും എഴുതുന്ന വ്യക്തികൾക്ക് വിജയിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ ലഭിക്കുവാനും വരെ സാധ്യതയുള്ള ഒരു വർഷക്കാലഘട്ടം തന്നെയാണ്. ഈ ഒരു ചിങ്ങം മുതൽ കർക്കിടകം വരെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലാരംഗത്തും കായിക രംഗത്തുമൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുവാൻ, അതായത് നിങ്ങൾ വിജയത്തിലെത്തുവാനും നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുവാനും അവസരങ്ങൾ ലഭിക്കുവാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദേശത്ത് വരെ അവരുടെ ഒരു കല അവതരിപ്പിക്കുവാനും അതിൻ്റേതായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും സാധിക്കുന്നു. സിനിമ, സീരിയൽ അല്ലെങ്കിൽ TV രംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന ഒരു വർഷക്കാലഘട്ടം തന്നെയാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. കൂടാതെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങളുടെ പേരും നക്ഷത്രവും ഇതിലെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. കാരണം എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പൂജ നടത്തുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേരും നക്ഷത്രവും ഇതിലൊന്ന് രേഖപ്പെടുത്തിയാൽ അത് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അതിൻ്റേതായ ചെറിയൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പേരും നക്ഷത്രവും വിഷയവും എന്താണെന്ന് ഒന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും അവരുടെ കുടുംബത്തിനുള്ളിൽ മാതാവിൽ നിന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരിക, മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ മാതാവിൽ നിന്നുള്ള സ്നേഹം കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടാകുക, മാതാവിൻ്റെ വെറുപ്പിന് പാത്രമായി തീരുക. അതായത് അവർ പറയുന്നതനുസരിച്ച്, നിങ്ങളുടെ അമ്മ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പറ്റാത്തത് കൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയെല്ലാം വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശ്രദ്ധിച്ചാൽ മാത്രം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ബന്ധുക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ ചെറിയ ചെറിയ സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അവയൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. വീട് സംബന്ധമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ദോഷമാണ് കാണുന്നത്. അതായത് പുതിയതായിട്ടൊരു വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അതിനോട് തടസ്സങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ വീടിന് മെയിൻ്റനൻസിനൊക്കെ നിങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു വർഷം ചെയ്യുവാൻ സാധിക്കാതെ വരുന്നു. വീട് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വീട് കിട്ടാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു വർഷക്കാലഘട്ടം വീട് സംബന്ധമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിലും തടസ്സങ്ങളുണ്ടാകുന്നു. നിങ്ങളുടെ ഒരു വസ്തു വിൽക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വില കിട്ടാതെ അത് വിൽക്കേണ്ട അവസ്ഥയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധയുണ്ടായിരിക്കുക. അപ്പോൾ ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കൂടുതലും കാര്യതടസ്സങ്ങളൊക്കെയാണ് വരുന്നത്, അത് ഗ്രഹസംബന്ധമായിട്ടാണ് കൂടുതലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിനോടൊപ്പം തന്നെയാണ് നിങ്ങളൊരു വസ്തു വാങ്ങുന്നു അല്ലെങ്കിൽ വീട് വയ്ക്കുന്നു എന്നതിന് കൃത്യമായിട്ട് അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയും അന്വേഷിക്കുകയും അത് 100% ഓക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അതിലോട്ടിറങ്ങാവൂ. കാരണം വാസ്തു സംബന്ധമായൊരു ദോഷവും വരുവാൻ സാധ്യത ഈ ഒരു സമയത്ത് വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കുടുംബത്തിനുള്ളിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ദമ്പതികൾ തമ്മിലുള്ള അമ്മയുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്.
അപ്പോൾ നമ്മൾ സംസാരമെല്ലാം നിയന്ത്രിച്ച് അവരുടെ ബഹുമാനത്തോടെയൊക്കെ സംസാരിച്ച്, കുടുംബമാണ്, ജീവിതമാണ്, വളരെ ചെറുതാണ് നമ്മുടെ ജീവിതം, നിസ്സാരമായി നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ തീരുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്തോഷകരമായി നമുക്കൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ധാരാളം ധനം അതിനുവേണ്ടി ചിലവാകാനും എല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സൂക്ഷിക്കുക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷക്കാലഘട്ടത്തേക്ക്, അതായത് അത്യാവശ്യമുള്ളത് ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. കാരണം ഇതിനു വേണ്ടിയുള്ള ചിലവാണ് കൂടുതൽ കാണുന്നത്. വീട് സംബന്ധമായിട്ടുള്ള ചിലവുകൾ കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ സൗഹൃദങ്ങൾക്കിടയിൽ ചെറിയ വിള്ളലുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. അവയും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സംസാരത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതിപ്പോൾ നല്ല കാര്യമായാലും ശരി, മോശമായ കാര്യത്തിലായാലും ശരി, തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്താണോ അത് തന്നെയാണ് ശരിയെന്ന് പറയുകയും അവിടെ നിങ്ങൾ വിജയിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോടൊപ്പം സംസാരിച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലാകുകയും ചെയ്യും. അതുപോലെ സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ തന്നെ വിജയിക്കും. ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ തന്നെ വിജയിക്കും. നല്ല രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് അവരെ വീഴ്ത്തുവാനും അവരോടുള്ള വെറുപ്പുകൾ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ സംസാരം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും നേരിടാനുള്ള മനോധൈര്യമുള്ള വ്യക്തികളാണ്. കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരവിശ്വാസം വളരെ നല്ലതായിരിക്കും. വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ കാണുന്നുണ്ട്. സംസാരം വളരെയധികം ശ്രദ്ധിക്കുക. മുൻകോപം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ലഹരി വസ്തുക്കളുടെ ഉപയോഗമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായും നിർത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം അത് മുഖാന്തരമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണാണ് നമ്മുടെ താഴെയുള്ള ആൾക്കാർ പഠിച്ചു വരുന്നതും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം അത് നിയന്ത്രിക്കുക. അത് നിർത്തലാക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. വാഹന സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ വാഹനമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിന് ശേഷം വാങ്ങുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, അതായത് അലർജി പോലുള്ള അസുഖങ്ങൾ, ചൊറിച്ചിൽ, തുമ്മൽ, ഇതൊക്കെ കൂടുതലായി വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായി വരുവാനുള്ള സാധ്യതയുണ്ട്. അതും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കുടുംബജീവിതത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അധികമില്ലാതെ ഇരിക്കുവാൻ, ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറവായിരിക്കും. എന്നിരുന്നാലും വിവാഹം നടക്കുവാനായിട്ട് ചെറിയ കാലതാമസങ്ങൾ എടുക്കുവാൻ സാധ്യതയുണ്ട്. അതുമൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതെല്ലാം മാറി വരുവാനും സാധ്യതയുണ്ട്. ജോലിയിലും ബിസിനസ്സിലും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ സ്വയം കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക. പറ്റുമെങ്കിൽ പക്കനാളൊക്കെ വരുന്ന ദിവസം ഗണപതി ഹോമം നടത്തി മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ നല്ലൊരു ഐശ്വര്യം ഉണ്ടാകുക തന്നെ ചെയ്യും.